നമസ്കാരം. 4 നോമിനേറ്റഡ് അംഗങ്ങളുടെ കാലയളവ് കഴിഞ്ഞതോടെയാണ് എൻഡിഎയുടെ അംഗനില പിന്നെയും ശോഷിച്ചിരിക്കുന്നത്. ഭൂരിപക്ഷത്തിന് ഇനി 12 പേരുടെ കൂടെ പിന്തുണയാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്. രാകേഷ് സിൻഹ, രാം ശക്കൽ, സോണാൽ മാൻസിംഗ്, മഹേഷ് ജഠ്മലാനി എന്നീ നോമിനേറ്റഡ് അംഗങ്ങളാണ് കാലയളവ് കഴിഞ്ഞതിന് ശേഷം സഭയിൽ നിന്നും ഇപ്പോൾ വിരമിച്ചിരിക്കുന്നത്. 245 അംഗസഭയിൽ ഭൂരിപക്ഷത്തിന് ഇനി വേണ്ടത് 123 എംപിമാരുടെ തുണയാണ്. സഭയുടെ നിലവിലെ അംഗബലം 225 ആയതുകൊണ്ട് ഭൂരിപക്ഷ സംഖ്യ 113 ആണ്. എന്നാൽ എൻഡിഎ അംഗബലം 101 മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതായത് BJPക്കുള്ളത് 86 എംപിമാർ, JDU 4, NCP അജിത് പവാർ 2, ശിവസേന ഷിൻഡെ വിഭാഗം, RLD, PMK, AGP, NPP, RPIA, UPPL, TMC M 1 വീതവുമാണ് മറ്റ് എൻഡിഎ കക്ഷികളുടെ സീറ്റിന്റെ അവസ്ഥ. അതേസമയം കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ സഖ്യത്തിന് 87 എംപിമാരാണുള്ളത്. കോൺഗ്രസ് 26, തൃണമൂൽ കോൺഗ്രസ് 13, ആം ആദ്മി പാർട്ടി DMK 10 വീതവും, RJD 5, SP 4, JMM CPM 3 വീതവും, CPI, NCP, ശരത് പവാർ, ശിവസേന, മുസ്ലിം ലീഗ് 2 വീതവും, AGM, കേരള കോൺഗ്രസ്, MDMK, സ്വതന്ത്രർ 1 എന്നിങ്ങനെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ അംഗബലം നോക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. BJPയുടെ ഭൂരിപക്ഷം കുറയുന്നത് BJPയെ എങ്ങനെ ബാധിക്കുമെന്നുള്ളത് നമുക്ക് വിലയിരുത്തി നോക്കാം. ഉപരിസഭയായ രാജ്യസഭയിൽ ബില്ലുകൾ പാസാക്കാൻ കേന്ദ്ര സർക്കാർ ഇനി എൻഡിഎ ഇതര കക്ഷികളെ തുടർന്നും ആശ്രയിക്കേണ്ടി വരുമെന്ന സാഹചര്യമാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുത. തങ്ങളുടെ 86 അംഗങ്ങൾക്ക് പുറമെ മറ്റ് എൻഡിഎ സഖ്യകക്ഷികളിൽ നിന്ന് 15 വോട്ടുകൾ BJPക്ക് കിട്ടുമെങ്കിലും ബില്ലുകൾ പാസാക്കാൻ 12 പേരുടെ കൂടി പിന്തുണ ആവശ്യമായിട്ട് വരും. ഈ വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന 11 സീറ്റും 4 നോമിനേറ്റഡ് സീറ്റും നികത്തപ്പെടുന്നത് വരെ BJPയുടെ സ്ഥിതി ഇങ്ങനെയായിരിക്കും. നിലവിൽ ഇരു സഖ്യത്തിന്റെ കൂടെയുമില്ലാത്ത ഒഡീഷയിലെ നവീൻ പട്നായിക്കിന്റെ പാർട്ടിയായ BJD മുൻ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ YSR കോൺഗ്രസ് പാർട്ടി, തെലങ്കാന മുൻ മുഖ്യമന്ത്രി K ചന്ദ്രശേഖർ റാവുവിന്റെ BRS, തമിഴ്നാട്ടിലെ സഖ്യകക്ഷി AIADMK കക്ഷികളെയാണ് ബിൽ പാസാക്കാൻ BJP നേരത്തെ ആശ്രയിച്ചിരുന്നത്. ഇതിൽ YSRP, AIADMK കക്ഷികളിൽ നിന്നുള്ള 13 പേരുടെ പിന്തുണ സഭയിലെ ഒഴിവ് നികത്തുന്നത് വരെ BJP തുടർന്നും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. മുന്നണിയിൽ ഇല്ലെങ്കിലും BJPക്ക് അചഞ്ചലമായ പിന്തുണയാണ് YSRCP കൊടുക്കുന്നത്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഡിസംബറിൽ AIADMKയുമായുള്ള ബന്ധത്തിൽ പ്രത്യക്ഷമായി തന്നെ പിളർപ്പ് വന്നുവെന്ന നിത്യാവസ്ഥ BJPക്ക് മുന്നിൽ നിലനിൽക്കുന്നുണ്ട്. നിയമസഭ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ BJD നേരിട്ട തിരിച്ചടിയെ തുടർന്ന് അവരും BJPയുമായി പിണക്കത്തിലാണ്. AIADMKയും BJDയും ഇടഞ്ഞു തന്നെ നിൽക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ നോമിനേറ്റഡ് അംഗങ്ങളുടെ പിന്തുണ മാത്രമേ BJPയെ പിന്തുണയ്ക്കുകയുള്ളൂ. രാജ്യസഭയിൽ ആകെ 12 നോമിനേറ്റഡ് അംഗങ്ങളാണുള്ളത്. സഖ്യകക്ഷികൾ ഇല്ലെങ്കിലും സർക്കാർ തെരഞ്ഞെടുക്കുന്നതിനാൽ പ്രായോഗികമായി അവർ ഭരണകക്ഷിയെയാണ് പിന്തുണയ്ക്കാൻ പോകുന്നത്. എൻഡിഎയുടെ കൂടെ ഇല്ലെങ്കിലും 4 എംപിമാരുള്ള BRSന്റെ പിന്തുണയും ഈ അവസ്ഥയിൽ നിർണായകമാകാനാണ് സാധ്യത. BJPയുടെ എതിർപക്ഷത്തായിരുന്ന BRS തെലങ്കാനയിലെ തിരിച്ചടിയെ തുടർന്ന് നിലപാട് മാറ്റുന്ന സൂചനകളാണ് അടുത്ത നാളുകളിലായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് BJPക്ക് പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. നോമിനേറ്റഡ് അംഗങ്ങൾ ഉൾപ്പെടെ 20 സീറ്റാണ് നിലവിൽ രാജ്യസഭയിൽ കാലിയടിച്ച് കിടക്കുന്നത്. ഈ വർഷം തെരഞ്ഞെടുപ്പ് പ്രതീക്ഷിക്കുന്ന സീറ്റുകൾ അടക്കമുള്ളവയാണിത്. മാത്രമല്ല ഇതിൽ മഹാരാഷ്ട്ര, അസം, ബീഹാർ എന്നിവിടങ്ങളിൽ 2 സീറ്റുകൾ വീതവും, ഹരിയാന, രാജസ്ഥാൻ, മധ്യപ്രദേശ്, തെലങ്കാന, ത്രിപുര എന്നിവിടങ്ങളിൽ 1 വീതവുമാണ് ഉള്ളത്. ജമ്മു കാശ്മീരിൽ നിന്ന് 4 സീറ്റുകളാണ് കാലിയായിട്ട് കിടക്കുന്നത്. അസം, ബീഹാർ, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ത്രിപുര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് NDA സഖ്യത്തിന് 7 സീറ്റ് വരെയെങ്കിലും ഉറപ്പിക്കാൻ കഴിഞ്ഞേക്കും. മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ പ്രതിസന്ധികൾ പരിഹരിക്കാനായാൽ 2 സീറ്റ് അവിടെ നിന്ന് കൂടി കിട്ടുമായിരിക്കും. അതിന്റെ കൂടെ തന്നെ YSRCPയുടെയും നോമിനേറ്റഡ് അംഗങ്ങളുടെയും വോട്ടും കൂടി കിട്ടിയാൽ NDAക്ക് ഭൂരിപക്ഷം മറികടക്കാനായേക്കും. എന്നാൽ YSRC കൂടെ ഇല്ലെങ്കിൽ ബില്ലുകളും മറ്റും രാജ്യസഭയിൽ പാസാക്കുന്നതിൽ NDA സഖ്യം കടുത്ത പ്രതിസന്ധിയായിരിക്കും നേരിടാൻ പോകുന്നത്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.